വയനാട് ടൗൺഷിപ്പിലെ നൌഫലിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് മന്ത്രി കെ രാജൻ വിള്ളൽ പരിശോധിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ്. തൊട്ടടുത്ത വീടുകളിലും വിള്ളൽ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ പരിശോധന നടത്തിയില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് കുറ്റപ്പെടുത്തി. CMDRF ലഭിച്ച 278 കോടി രൂപയിൽ ഡിവൈഎഫ്ഐ നൽകി 20 കോടി രൂപ ഇല്ലെന്നും OJ ജനീഷ് പറഞ്ഞു. നൌഫലിന്റെ ഭവനത്തിലാണ് മന്ത്രി കെ രാജൻ വന്ന് ടേബിൾ ഇട്ട് മുകളിലേക്ക് കയറി ഉരച്ചു നോക്കി പരിശോധിച്ചത്. മന്ത്രി രാജൻ പറഞ്ഞത് ചോർച്ചയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉരച്ചു നോക്കി ചോർച്ചയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടാണോ ഈ കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത്? രാജൻ മന്ത്രി എന്ന രീതിയിൽ സന്ദർശിക്കട്ടെ, അതിൽ ഞങ്ങൾ ആരും തെറ്റു പറയുന്നില്ല. പക്ഷെ മന്ത്രി എന്ന രീതിയിൽ സന്ദർശിച്ചിട്ട് അവിടെ ഒരു പൊറാട്ട നാടകം നടത്താൻ വേണ്ടി പാടില്ലായിരുന്നു. നൌഫലിന്റെ വീടിനകത്ത് അതിക്രമിച്ച് കയറിയാണ് ഇന്നലെ വസീഫും സംഘവും മാധ്യമങ്ങളെ കണ്ടത്. നൌഫലിന് കൈമാറിയ വീടാണല്ലോ. ആ വീട്ടിനകത്തേക്ക് കയറി ആരോട് ചോദിച്ചിട്ടാണ് ഇവർക്ക് പെരുമാറുന്നത്? CMDRFിലേക്ക് പണം കൈമാറുന്നതായ മോഡൽ ചെക്ക് ഉണ്ടാക്കി ആ മോഡൽ ചെക്ക് സനോജും വസീഫും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നുണ്ട്. പണം കൈമാറി എന്ന് ഡിവൈഎഫ്ഐയും പറഞ്ഞു, പണം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. CMDRFിലേക്ക് ഡിവൈഎഫ്ഐയുടെ ഉൾപ്പെടെ കിട്ടിയതാണ് 778 കോടി രൂപ എന്നാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ CMDRFിലുള്ള 778 കോടിയിൽ ഡിവൈഎഫ്ഐയുടെ 20 കോടി ഇല്ല എന്നുള്ളതാണ് സനോജ് പുറത്തുവിട്ട രേഖകളിലൂടെ അന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.